എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിന്റെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ കോമ്പാക്ഷൻ ആൻഡ് കംപ്രസിബിലിറ്റി എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ആ ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ഫോർ കണ്ടക്ടിങ് എ സ്റ്റാൻഡേർഡ് പ്രോക്ടർ കോമ്പാക്ഷൻ ടെസ്റ്റ്, the weight of hammer P in kilogram, the fall of hammer Q in mm, the number of blows per layer R, and the number of layers S required are respectively. അതായത് സ്റ്റാൻഡേർഡ് പ്രോക്ടർ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ, സ്റ്റാൻഡേർഡ് പ്രോക്ടർ ടെസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ സ്റ്റാൻഡേർഡ് പ്രോക്ടർ ടെസ്റ്റിന്റെ തന്നെ മറ്റൊരു പേരാണ് IS ലൈറ്റ് കോമ്പാക്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതുപോലെ തന്നെ മറ്റൊരു ടെസ്റ്റ് കൂടിയുണ്ട്, IS ഹെവി കോമ്പാക്ഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ മോഡിഫൈഡ് പ്രോക്ടർ ടെസ്റ്റ്. അപ്പോൾ ഈ രണ്ട് ടെസ്റ്റിന്റെയും നമ്മൾ യൂസ് ചെയ്യുന്ന സാമ്പിളിന്റെ സൈസ്, അതുപോലെ ഹാമർ വെയിറ്റ്, പിന്നെ അതുപോലെ തന്നെ അവിടെ യൂസ് ചെയ്യുന്ന ഫ്രീ ഫോൾ, എത്ര ലെയർ ആയിട്ടാണ് നമ്മൾ ടാമ്പ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് കേരള PSC ഉൾപ്പെടെയുള്ള എല്ലാ എക്സാംസിനും ചോദിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, സ്റ്റാൻഡേർഡ് പ്രോക്ടർ ടെസ്റ്റും അതുപോലെ മോഡിഫൈഡ് പ്രോക്ടർ ടെസ്റ്റും നമുക്കുണ്ട്. അപ്പോൾ ഇത് രണ്ടിനെയും ആദ്യം നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള വെയിറ്റ് ഓഫ് ഹാമർ ആണ്. ലൈറ്റ് കോമ്പാക്ഷൻ ടെസ്റ്റ് ആണെങ്കിൽ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് 2.6 കിലോയുടെ ഒരു ഹാമർ ആയിരിക്കും, 2.6 കിലോഗ്രാമിന്റെ. അതേസമയം മോഡിഫൈഡ് പ്രോക്ടർ കോമ്പാക്ഷൻ ആണെങ്കിൽ 4.89 കിലോഗ്രാമിന്റെ ഒരു സാമ്പിൾ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അതിന്റെ ഫ്രീ ഫോളിനെ പറ്റി പഠിക്കാം, അല്ലെങ്കിൽ എത്ര ഫോളിൽ നിന്നാണ് ഹാമർ നമ്മൾ ഫോൾ ചെയ്യേണ്ടതെന്ന് നോക്കുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് പ്രോക്ടറിൽ അത് 310 mm ആണ്, അല്ലെങ്കിൽ 31 സെന്റിമീറ്റർ ആണ്. ഇനി മോഡിഫൈഡ് പ്രോക്ടർ ആകുമ്പോൾ അത് 450 mm ആണ്, 45 സെന്റിമീറ്റർ ആണെന്ന് ഓർത്തിരിക്കുക. രണ്ടും കമ്പയർ ചെയ്ത് തന്നെ പഠിക്കുക. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ നമ്പർ ഓഫ് ലെയേഴ്സ് നോക്കാം. സ്റ്റാൻഡേർഡ് പ്രോക്ടറിലാണെങ്കിൽ നമുക്ക് 3 ലെയർ ആയിട്ട് ഫില്ല് ചെയ്താൽ മതി. എന്നാൽ മോഡിഫൈഡ് പ്രോക്ടറിൽ നമ്മൾ 5 ലെയർ ആയിട്ടാണ് ഫില്ല് ചെയ്യുന്നത്. രണ്ടും നമ്മൾ 25 ടൈംസ് ഒക്കെയാണ് നമ്മൾ ടാമ്പ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി സ്റ്റാൻഡേർഡ് പ്രോക്ടർ ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഹൈവേ, റെയിൽവേ ഒക്കെ അലൈൻമെന്റ് ഒക്കെ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഓർഡിനറി ആയിട്ടുള്ള വർക്ക്സിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാൻഡേർഡ് പ്രോക്ടർ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇനി മോഡിഫൈഡ് പ്രോക്ടർ ടെസ്റ്റ് ആകുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സിന് വേണ്ടിയിട്ട്, ഇപ്പോൾ ഒരു ഡാമിന്റെ കൺസ്ട്രക്ഷൻ ഒക്കെ വരുന്ന കേസിലൊക്കെ നമ്മൾ ചെയ്യുന്ന എന്തായിരിക്കും, മോഡിഫൈഡ് പ്രോക്ടർ ടെസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. ഇനി ക്വസ്റ്റ്യനിലോട്ട് വരുമ്പോൾ ക്വസ്റ്റ്യനിൽ സ്റ്റാൻഡേർഡ് പ്രോക്ടർ ടെസ്റ്റ് ആയിരുന്നു ചോദിച്ചിരുന്നത്. P എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് ഹാമർ ആണ് അല്ലെ, അത് എത്രയാണ്, 2.6 കിലോയാണ് അല്ലെ. അപ്പൊ നമുക്ക് P നോക്കുമ്പോൾ ഇവിടെ ഓപ്ഷനിൽ P 2.6 ഉള്ള ഒറ്റ ഓപ്ഷനുള്ള ഓപ്ഷൻ D ആണ്. അപ്പൊ ഇപ്പൊ തന്നെ നമുക്ക് ആൻസർ ഉറപ്പിക്കാം അല്ലെ. എന്താണ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ D ആണെന്ന് നമുക്ക് പറയാം. ഓപ്ഷൻ D ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയാം. ബാക്കി എല്ലാ ഓപ്ഷനും ഡിഫറൻ്റ് ആണ്. ഇനി ബാക്കിയുള്ളവരോട് കമ്പയർ ചെയ്യാം. Q എന്ന് പറഞ്ഞ ഫ്രീ ഫോൾ ആണ്, അത് 31 സെന്റിമീറ്റർ ആണ്, അല്ലെങ്കിൽ 310 mm ആണ് നമ്മൾ പഠിച്ചു. അപ്പോൾ അതും കറക്റ്റ് ആണ്. നമ്പർ ഓഫ് ലെയേഴ്സ് 3 ആണ്. അതുപോലെ തന്നെ എന്താണ് അടുത്ത എത്ര ബ്ലൗസ് ആണ് കൊടുക്കുന്നത്, 25 ആണ്. അപ്പോൾ ഇതെല്ലാം കറക്റ്റ് ആയതുകൊണ്ട് ഓപ്ഷൻ D ആണ് അവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് മനസ്സിലാക്കാം. ഇതിന് നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതും എഞ്ചിനീയറിംഗ് സർവീസ് എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് വായിച്ചു നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ദ റിലേറ്റീവ് കോമ്പാക്ഷൻ ഈസ് നോട്ട് ദ സെയിം ആസ് റിലേറ്റീവ് ഡെൻസിറ്റി. റിലേറ്റീവ് കോമ്പാക്ഷനും റിലേറ്റീവ് ഡെൻസിറ്റിയും രണ്ട് ഡിഫറെന്റ് പാരാമീറ്റേഴ്സ് ആണെന്ന് പറയുന്നു, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തേത്, വൈബ്രോ ഫ്ലോട്ടേഷൻ ഈസ് നോട്ട് എഫക്റ്റീവ് ഇൻ കേസ് ഓഫ് ഹൈലി കോഹസീവ് സോയിൽ. ഹൈലി കോഹസീവ് സോയിലിന്റെ കേസിൽ എന്താണ് വൈബ്രോ ഫ്ലോട്ടേഷൻ എന്ന് പറയുന്നത് എഫക്റ്റീവ് അല്ല എന്നാണ് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ 0 എയർവോർഡ് ലൈൻ ആൻഡ് 100% സാച്ചുറേഷൻ ലൈൻ ആർ നോട്ട് ഐഡന്റിക്കൽ. 0 എയർവോർഡ് ലൈനും 100% സാച്ചുറേഷൻ ലൈനും ഐഡന്റിക്കൽ അല്ല എന്ന് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു. വിച്ച് ഓഫ് ദീസ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? അപ്പൊ നിങ്ങൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് വായിച്ചു നോക്കുക. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണോ അതോ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണോ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന കാര്യം നിങ്ങൾ അതൊന്ന് ഷുവർ ആയതിനു ശേഷമേ നിങ്ങൾ ആൻസറിലോട്ട് പോകും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊന്ന് പരിശോധിക്കാം. റിലേറ്റീവ് കോമ്പാക്ഷൻ ഈസ് നോട്ട് സെയിം ആസ് റിലേറ്റീവ് ഡെൻസിറ്റി. ശരിയാണോ? ശരിയാണ് അല്ലെ. കാരണം റിലേറ്റീവ് കോമ്പാക്ഷൻ ഒരു ഡിഫറെന്റ് പാരാമീറ്റർ ആണ്, റിലേറ്റീവ് ഡെൻസിറ്റി വേറൊരു പാരാമീറ്റർ ആണ്. എന്താണ് റിലേറ്റീവ് കോമ്പാക്ഷൻ എന്ന് പറഞ്ഞാല്? എന്താണ് റിലേറ്റീവ് കോമ്പാക്ഷൻ എന്ന് പറയുന്നത്? റിലേറ്റീവ് കോമ്പാക്ഷൻ ഈസ് ദ റേഷ്യോ ഓഫ് എന്താണ്, ഡെൻസിറ്റി, ഡ്രൈ ഡെൻസിറ്റി, മാക്സിമം ഡ്രൈ ഡെൻസിറ്റി. നമുക്ക് അല്ലെങ്കിൽ ഗാമ ഡി എന്ന് എഴുതാൻ. ഗാമ ഡി അറ്റ് ഫീൽഡിലുള്ള മാക്സിമം ഡ്രൈ ഡെൻസിറ്റി, ഗാമ ഡി മാക്സ് അറ്റ് ഫീൽഡ്, അതിന് ഗാമ ഡി മാക്സ് അറ്റ് ലാബ്.
ഗാമ ഡി മാക്സ് അറ്റ് ലാബ്. നമുക്ക് ഫീൽഡിൽ കിട്ടിയ മാക്സിമം ഡ്രൈ ഡെൻസിറ്റി ടു ലാബിൽ കിട്ടിയ, അല്ലെങ്കിൽ നമുക്ക് തിയററ്റിക്കലി നമുക്ക് പറയാൻ പറ്റുന്ന, അല്ല തിയററ്റിക്കലി അല്ല, ലാബിൽ നമുക്ക് കിട്ടുന്ന മാക്സിമം ഡ്രൈ ഡെൻസിറ്റിയുടെ ആ ഒരു റേഷ്യോ ആണ് റിലേറ്റീവ് കോമ്പാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന്റെ ഒരു വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 90% ആയിരിക്കണം റിലേറ്റീവ് കോമ്പാക്ഷൻ. കാരണം എന്താണ്, ആ ഒരു ഡിഫറൻസ് അധികം വരാൻ പാടില്ല. നമുക്ക് ഫീൽഡിൽ ലാബിൽ എത്രയാണോ കിട്ടുന്നത് അതിന്റെ ഒരു 90% തന്നെ നമുക്ക് ഫീൽഡിൽ കിട്ടിയേ പറ്റൂ അല്ലെ, എങ്കിലേ നമ്മുടെ ആ ടെസ്റ്റ് ഒക്കെ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ട് മാറുമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി എന്താണ് ഡെൻസിറ്റി ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ റിലേറ്റീവ് ഡെൻസിറ്റി. റിലേറ്റീവ് ഡെൻസിറ്റി തന്നെയാണ് ഡെൻസിറ്റി ഇൻഡെക്സ്. റിലേറ്റീവ് ഡെൻസിറ്റി ഓർ ഡെൻസിറ്റി ഇൻഡെക്സ് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? റിലേറ്റീവ് ഡെൻസിറ്റി അല്ലെങ്കിൽ ഡെൻസിറ്റി ഇൻഡെക്സിനെ നമ്മൾ ID എന്ന് റെപ്രസെന്റ് ചെയ്യും. എന്താണത്? ദറ്റ് ഈസ് ഇ മാക്സ് മൈനസ് ഇ ഡിവൈഡഡ് ബൈ ഇ മാക്സ് മൈനസ് ഇ മിനിമം. വളരെ സിമ്പിൾ ആയിട്ടുള്ള റിലേഷൻ ആണ്. ഇ മാക്സ് എന്ന് പറഞ്ഞാൽ വോയിഡ് റേഷ്യോ മാക്സിമം ഒരു സോയിലിൽ വരുന്ന മാക്സിമം വോയിഡ് റേഷ്യോ അതെന്ന് പറഞ്ഞാൽ അതിന്റെ ലൂസസ്റ്റ് സ്റ്റേറ്റിലായിരിക്കും അല്ലെ. അതുപോലെ തന്നെ ഇ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ നാച്ചുറൽ സ്റ്റേറ്റിൽ അതായത് നമ്മൾ നോക്കുന്ന ആ ഒരു സമയത്ത് ഏത് സ്റ്റേറ്റിലാണോ അതുള്ളത് അതിന്റെ വോയിഡ് റേഷ്യോ എത്രയാണ്, അതാണ് ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ ഇ മാക്സ് വീണ്ടും നമ്മൾ പറയുന്ന ഇ മാക്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ ലൂസസ്റ്റ് സ്റ്റേറ്റിലുള്ള വോയിഡ് റേഷ്യോ. ഈ മിനിമം എന്ന് ഉദ്ദേശിക്കുന്നത് എപ്പോഴാണ് ഈ മിനിമം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്? അത് കോമ്പാക്റ്റ് സ്റ്റേജിലാവുമ്പോഴാണ് നമുക്ക് ഈ മിനിമം അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്, മിനിമം വോയിഡ് റേഷ്യോ. അപ്പോൾ അത് നമുക്ക് കണ്ടുപിടിക്കുക. ഇതിന്റെ ഒരു റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡെൻസിറ്റി ഇൻഡെക്സ് കിട്ടും. ഓക്കെ, ഇതിന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ റേഞ്ചസ് ബിറ്റ്വീൻ 0 to 100% ആണ്. പെർസെന്റേജ് ആക്കുന്നതിന് വേണ്ടി നമ്മൾ ഇൻറ്റു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അല്ലെങ്കിൽ 0 to 1 എന്ന് നമുക്ക് പറയാം. 0 to 1 or 0 to 100% ഇതിന്റെ വേരി ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ അത് രണ്ടും സെയിം അല്ല എന്നുള്ള കാര്യം ഈ ഒരു സെന്റൻസ് ശരിയാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി അല്ലേ. ദെൻ വൈബ്രോ ഫ്ലോട്ടേഷൻ ഈസ് നോട്ട് എഫക്റ്റീവ് ഇൻ കേസ് ഓഫ് ഹൈലി കൊഹസീവ് സോയിൽ. വൈബ്രോ ഫ്ലോട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വൈബ്രോ ഫ്ലോട്ടേഷൻ എന്ന് വെച്ചാൽ ഒരു വൈബ്രേറ്റർ ഉണ്ട്. ഈ ഒരു വൈബ്രേറ്ററിനെ നമ്മൾ സോയിലിലോട്ട് ഇൻസേർട്ട് ചെയ്ത ശേഷം നമ്മൾ വൈബ്രേഷൻ അപ്ലൈ ചെയ്യും. അപ്പൊ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ സോയിലിന്റെ ഇടയ്ക്കുള്ള ഈ സോയില് അതിന്റെ സ്ട്രക്ചർ അങ്ങ് കൊളാപ്സ് ചെയ്തിട്ട് അതിന്റെ ഇടയ്ക്കുള്ള സ്പേസിലോട്ടൊക്കെ അങ്ങ് എന്ത് ചെയ്യുന്നു, തെന്നി പോവുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അത് കാരണം അവിടെ ഉള്ള വോയിഡ്സ് ഒക്കെ അങ്ങ് ഫില്ലാവും. അതിന് എന്തുണ്ടോ മാക്സിമം അതിന്റെ ഒരു ഡെൻസിറ്റിയിലോട്ട് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. കോമ്പാക്ഷൻ എന്ന് പറഞ്ഞ പ്രോസസ് ചെയ്യും. അപ്പൊ ഇത് എപ്പോഴും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇങ്ങനത്തെ ഒരു സ്റ്റേജിലോട്ട് അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് പോകാൻ പറ്റുന്ന ആ ഒരു സ്റ്റേജിലുള്ള മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് കൊഹിഷൻ ലെസ് ആയിട്ടുള്ള സോയിൽസിനായിരിക്കും അല്ലെ. നമ്മുടെ സാൻഡ് പോലുള്ള പാർട്ടിക്കിൾസിലൊക്കെയാണ് വൈബ്രോ ഫ്ലോട്ടേഷൻ ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് വരുന്നത് അല്ലെ. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? കൊഹസീവ് സോയിൽസിന് വൈബ്രോ ഫ്ലോട്ടേഷൻ എഫക്റ്റീവ് അല്ല എന്നാണ് പറയുന്നത്. അപ്പൊ ശരിയല്ലേ, കൊഹസീവ് സോയിൽസിന് നമുക്ക് വൈബ്രോ ഫ്ലോട്ടേഷൻ എഫക്റ്റീവ് അല്ല. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ എന്താണ് ഷീപ്പ് ഫൂട്ട് റോളർ ഒക്കെ പോലെയുള്ള ടെക്നിക്സ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അപ്പൊ അതും ശരിയാണെന്ന് മനസ്സിലായി. ഇനി 0 എയർവോയ്ഡ് ലൈൻ ആൻഡ് 100% സാച്ചുറേഷൻ ലൈൻ ആർ നോട്ട് ഐഡന്റിക്കൽ എന്ന് പറയുന്നു. അപ്പൊ അത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്താണ് 0 എയർവോയ്ഡ് ലൈൻ? അപ്പൊ നമ്മൾ ഈ ഒരു കോമ്പാക്ഷൻ നമ്മൾ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കോമ്പാക്ഷനിൽ നമ്മളൊരു കോമ്പാക്ഷൻ കർവിനെ പറ്റി പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ കോമ്പാക്ഷൻ കർവ് പഠിക്കുമ്പോൾ നമ്മളൊരു 2 അഡീഷണൽ ലൈൻസിന്റെ കേസ് കൂടെ പറയുന്നുണ്ട്. അതിൽ ഒന്നാണ് എയർവോയ്ഡ് ലൈൻ എന്ന് പറഞ്ഞാൽ. എന്താണ് എയർവോയ്ഡ് ലൈൻ? എയർവോയ്ഡ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ പെർസെന്റേജ് എയർവോയ്ഡ് ലൈൻ എന്ന് പറയാം. എന്താണ് പെർസെന്റേജ് എയർവോയ്ഡ് ലൈൻ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്? ഇവിടെ നമ്മൾ എന്താണ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പെർസെന്റേജ് എയർവോയ്ഡ് വെച്ചിട്ട് നമുക്ക് ഗാമ ഡി കണ്ടുപിടിക്കാനായിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ദറ്റ് ഈസ് ഈക്വൽ ടു G into gamma W into 1 minus NA divided by 1 plus WG. ഇതാണ് നമ്മുടെ ഇക്വേഷൻ ഇൻ ടൈംസ് ഓഫ് എന്താണ് പെർസെന്റേജ് എയർ വോയിഡ്സ്. ഇവിടെ NA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പെർസെന്റേജ് എയർ വോയിഡ്സ് ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന എന്താണ്? 0 എയർവോയിഡിലായിരുന്നാണ് അല്ലെ. 0% എയർ വോയിഡ്സ് എന്നാണ്. അതായത് എന്താണ് അവിടുത്തെ NA വാല്യൂ എന്താവണം? 0 ആയി പോകണം. അപ്പോഴല്ലേ 0% എയർ വോയിഡ്സ് എന്ന് പറയാൻ പറ്റൂ. ഇനി ഈ ഇക്വേഷനിലോട്ട് NAയുടെ വാല്യൂ 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തേ. ഗാമ ഡി ഈസ് ഈക്വൽ ടു G ഗാമ W ഡിവൈഡഡ് ബൈ 1 പ്ലസ് WG എന്ന് കിട്ടും. ശരിയല്ലേ? അപ്പൊ ഈ ഒരു രീതിയിൽ നമുക്ക് ഗാമ ഡിയുടെ ഒരു ഇക്വേഷൻ കിട്ടി. അത് എന്തിന്റെ ഇക്വേഷൻ ആണ്? ഇക്വേഷൻ ഫോർ 0 എയർ വോയിഡ് ലൈനിന്റെ ഇക്വേഷൻ ആണ്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഒരു ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ലൈനും കൂടെ നമുക്ക് വരയ്ക്കാം. ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ലൈനും കൂടി നമുക്ക് വരയ്ക്കാം. അതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ ഗാമ ഡിയുടെ ഇക്വേഷൻ എന്താണ്? ഗാമ ഡി ഈസ് ഈക്വൽ ടു G ഗാമ W ഡിവൈഡഡ് ബൈ 1 പ്ലസ് E ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇതിനെ നമുക്കൊന്ന് മോഡിഫൈ ചെയ്യാം. നമുക്കറിയാം SE ഈസ് ഈക്വൽ ടു WG എന്നുള്ള റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്.
അതിൽ നിന്ന് നമുക്ക് ഇക്ക് ഒരു ഇക്വേഷൻ എങ്ങനെ എഴുതാം? WG ഡിവൈഡഡ് ബൈ എസ് എന്ന് എഴുതാം. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് മോഡിഫൈ ചെയ്തുകൊണ്ട് എങ്ങനെ എഴുതാം? G ഗാമ W ഡിവൈഡഡ് ബൈ 1 പ്ലസ് WG ബൈ എസ് എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ഇങ്ങനെ ഒരു റിലേഷൻ ആണ് നമുക്ക് ഗാമ ഡിക്ക് കിട്ടിയത്. അപ്പൊ ഈ ഒരു ലൈനെയാണ് നമ്മൾ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ലൈൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേണ്ട എന്താണ്? 100% സാച്ചുറേഷൻ ലൈനാണ് വേണ്ടത്. 100% സാച്ചുറേഷൻ ലൈൻ എങ്ങനെയാണ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ 100% സാച്ചുറേഷൻ്റെ കേസിൽ എന്താണ്? എസിന്റെ വാല്യൂ 1 ആയിട്ട് മാറും നമുക്കറിയാം. ശരിയല്ലേ? 100% സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ എസിന്റെ വാല്യൂ 1 ആണ്. ഇനി അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടും ഗാമ ഡി ഈസ് ഈക്വൽ ടു G ഗാമ W ഡിവൈഡഡ് ബൈ 1 പ്ലസ് W ഇൻറ്റു G എന്ന് കിട്ടും അല്ലെ. അപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു ഇക്വേഷൻ കിട്ടി അല്ലെ. ഇതിന് ഇക്വേഷൻ നമുക്ക് 1 എന്ന് വിളിക്കാം, ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിക്കാം. ഇക്വേഷൻ 1ഉം 2ഉം കൂടെ കമ്പയർ ചെയ്താൽ നമുക്ക് മനസ്സിലാവും ഇക്വേഷൻ 1 ഈസ് ഈക്വൽ ടു ഇക്വേഷൻ 2 ആണ്. അതായത് എന്താണ്? സീറോ എയർവേർഡ് ലൈനിന്റെ ഇക്വേഷൻ തന്നെയാണ് എന്താണ്? 100% സാച്ചുറേഷൻ ലൈനിന്റെയും ഇക്വേഷൻ. ഓക്കെ, അപ്പൊ അതിന്റെ മീനിങ് എന്താണ്? ഇത് രണ്ടും സെയിം ലൈൻ തന്നെയാണ് അല്ലെ. നമ്മുടെ പക്ഷെ ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? സീറോ എയർവേർഡ് ലൈൻ ആൻഡ് 100% സാച്ചുറേഷൻ ലൈൻ ആർ നോട്ട് ഐഡന്റിക്കൽ എന്നാണ് അല്ലെ. പക്ഷെ നമുക്ക് മനസ്സിലായി എന്താണ്? ഇത് രണ്ടും സെയിം ലൈൻ തന്നെയാണെന്ന് നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സെന്റൻസ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് പറയാം. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിയ സ്റ്റേറ്റ്മെന്റ് എന്താണ്? 1 ആൻഡ് 2 ആണ്. അപ്പൊ അതിനെ സൂചിപ്പിക്കുന്ന ഓപ്ഷൻ എ ആണ്. അപ്പൊ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. സോയിൽ ഈസ് കോമ്പാക്റ്റഡ് അറ്റ് വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് when the higher compactive effort produces highest increase in dry density. Soil compacted, ഒന്നുകൂടി ഞാൻ വായിക്കാം. Soil is compacted at which one of the following? ഏതിലാണ് ഇപ്പൊ താഴെ പറഞ്ഞതിൽ ഏതിലോട്ടാണ് നമ്മൾ സോയിൽ കോമ്പാക്ട് ചെയ്യേണ്ടത്? when a higher compactive effort produces highest increase in dry density. ഒരു ഹയർ കോമ്പാക്റ്റീവ് എഫേർട്ട് നമ്മൾ അപ്ലൈ ചെയ്യണം. എന്തിനാണ്? ഹയസ്റ്റ് ഡ്രൈ ഡെൻസിറ്റി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യേണ്ട സമയത്ത്. ആ സമയത്ത് നമ്മൾ എങ്ങനെയാണ് നമ്മൾ കോമ്പാക്ട് ചെയ്യേണ്ടതാണ്? ഒപ്റ്റിമം വാട്ടർ കണ്ടന്റിലോട്ട് കോമ്പാക്ട് ചെയ്യണോ? ഡ്രൈ സൈഡ് ഓഫ് ദ ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റിലോട്ട് നമ്മൾ ചെയ്യണോ? അതോ വെറ്റ് സൈഡ് ഓഫ് ദ ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റിലോട്ട് നമ്മൾ കോമ്പാക്ട് ചെയ്യണോ? അതോ സാച്ചുറേഷൻ മോയ്സ്ചർ കണ്ടന്റിലോട്ട് കോമ്പാക്ട് ചെയ്യണം? അപ്പൊ നമുക്കിത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഫിഗർ നിങ്ങൾക്ക് ഒരു നോർമൽ കേസിലുള്ള ഒരു കോമ്പാക്ഷൻ കർവാണ് നമ്മളിവിടെ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും ഒരു ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് ഉണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ഗാമ ഡി മാക്സ് കിട്ടും. ഇതെന്ന് പറയുന്നത് നമ്മുടെ പ്രോക്ടർ നമ്മുടെ ലൈറ്റ് കോമ്പാക്ഷൻ ടെസ്റ്റ് ആണെന്ന് വിചാരിക്കുക. ലൈറ്റ് കോമ്പാക്ഷൻ ടെസ്റ്റിന്റെ കേസിലാണെന്ന് വിചാരിക്കുക. ടെസ്റ്റിന്റെ കർവാണ് നമ്മൾ ഈ വരച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇനി നമ്മൾ ഇത് എഴുതിയേക്ക് നമുക്കൊന്ന് വായിച്ചു നോക്കാം. വിത്ത് ഇൻക്രീസ് ഇൻ കോമ്പാക്റ്റീവ് എഫേർട്ട് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ദ ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് റെഡ്യൂസസ്. ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് എന്ത് ചെയ്യും? കുറയും. അതായത് OMCയുടെ വാല്യൂ കുറയും. ആൻഡ് MDD വാല്യൂ ഇൻക്രീസസ്. മാക്സിമം ഡ്രൈ ഡെൻസിറ്റിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമെന്നാണ് പറയുന്നത്. Okay, thus soil is to be compacted on the dry side of the optimum moisture content of the original. നമുക്കതൊന്ന് വരച്ചു നോക്കാം. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ നന്നായിട്ട് മനസ്സിലാവും. അതായത് ഇപ്പോൾ ലൈറ്റ് കോമ്പാക്ഷൻ ടെസ്റ്റിന്റെ കർവ് നമ്മൾ വരച്ചിട്ടുണ്ട് അല്ലെ. ഇനി ഇതുപോലെ ഹെവി കോമ്പാക്ഷൻ ടെസ്റ്റിന്റെ കർവ് കൂടി നമുക്കൊന്ന് വരച്ചു നോക്കാം. ഓക്കെ, അപ്പൊ ഹെവി കോമ്പാക്ഷൻ ടെസ്റ്റിന്റെ കർവ് ഞാൻ വരയ്ക്കുകയാണ്. ഓക്കെ, അപ്പൊ അതെനിക്ക് ഈ ഒരു ഷേപ്പിലാണ് കിട്ടിയത്. ഇതെന്തിനാണ്? ഫോർ ഹെവി കോമ്പാക്ഷൻ ടെസ്റ്റ്. ഹെവി കോമ്പാക്ഷൻ ടെസ്റ്റിന്റെ കേസിലുള്ള ഒരു ഫിഗർ ആണ് വരച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾ നോക്കി, ഇവിടുത്തെ ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് എന്താണ് നമുക്ക് കിട്ടിയത്? ഇവിടെയാണ് കിട്ടിയത്. ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് നമുക്ക് കിട്ടിയത് ഈ ഒരു ലെഫ്റ്റ് ഓഫ് ദ നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് ലെഫ്റ്റിലാണ് കിട്ടിയത് അല്ലെ. ഇനി അതുപോലെ തന്നെ ഗാമ ഡിയുടെ വാല്യൂ എന്താണ്? അവിടെ നേരത്തേനേക്കാളും കൂടിയൊരു വാല്യൂ ആണ് നമുക്ക് കിട്ടിയത് ഇൻ കേസ് ഓഫ് ഹെവി കോമ്പാക്ഷൻ ടെസ്റ്റ്. അപ്പൊ നിങ്ങളൊന്ന് പറഞ്ഞ് നേരത്തെ നമ്മൾ ഉണ്ടായത്, അതായത് ലൈറ്റ് കോമ്പാക്ഷൻ ടെസ്റ്റിൽ നമ്മൾ കണ്ട ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റിന്റെ ലെഫ്റ്റ് സൈഡിലോട്ടാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? കോമ്പാക്ട് ചെയ്തിരിക്കുന്നത് അല്ലെ. ഈ ലെഫ്റ്റ് സൈഡിലോട്ടുള്ള പോർഷൻ നമ്മൾ എന്താ വിളിക്കുന്നത്? ദാറ്റ് ഈസ് ഡ്രൈ ഓഫ് ഒപ്റ്റിമോ എന്ന് വിളിക്കും അല്ലെ. ഡ്രൈ ഓഫ് ഒപ്റ്റിമോ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ദെൻ റൈറ്റ് സൈഡിലാണെങ്കിൽ നമ്മൾ എന്താ വിളിക്കുന്നത്? വെറ്റ് ഓഫ് ഒപ്റ്റിമം എന്നാണ് വിളിക്കുന്നത്. അതായത് വാട്ടർ കണ്ടന്റ് ഇൻക്രീസ് ചെയ്യാണ് അല്ലെ. നമ്മുടെ ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റിനേക്കാളും വാട്ടർ കണ്ടന്റ് കുറവാണ്. അപ്പൊ അവിടെ എന്താണ്? ഡ്രൈ. അതുകൊണ്ടാണ് നമ്മളിവിടെ ഡ്രൈ ഓഫ് ഒപ്റ്റിമം എന്ന് വിളിച്ചത്. ഇനി അടുത്ത കേസിൽ റൈറ്റിലോട്ട് പോകുമ്പോൾ എന്താണ്? വാട്ടർ കണ്ടന്റ് ഇൻക്രീസ് ചെയ്യണം. ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റിനേക്കാളും ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളവിടെ വെറ്റ് ഓഫ് ഒപ്റ്റിമം എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്? നമ്മളൊരു ഹയർ കോമ്പാക്റ്റീവ് എഫേർട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, അതായത് നമ്മൾ മോഡിഫൈഡ് കോമ്പാക്ഷൻ ടെസ്റ്റിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ അവിടെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇറ്റ് ഷുഡ് ബി കോമ്പാക്റ്റഡ് ടു ഡ്രൈ സൈഡ് ഓഫ് ദ ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ്. അപ്പോൾ ഓപ്ഷൻ
ഏത് ഓപ്ഷനാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത്? ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നാലാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദ ഫോളോയിങ് സോയിൽ ആർ കോമ്പാക്റ്റഡ് അറ്റ് ദ സെയിം കോമ്പാക്റ്റീവ് എഫേർട്ട് ഇൻ ദ ഫീൽഡ്. അപ്പോൾ കുറച്ച് സോയിൽസിന്റെ കോമ്പിനേഷൻ തന്നിട്ടുണ്ട് അല്ലെ. അതിൽ എല്ലാം ഒരേ ഡിഗ്രിയിലാണ് നമ്മൾ കോമ്പാക്ട് ചെയ്തിരിക്കുന്നത് അല്ലെ. സെയിം കോമ്പാക്റ്റീവ് എഫേർട്ട് ആണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് സീക്വൻസ് ഇൻ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് മാക്സിമം ട്രൈ ഡെൻസിറ്റി. അപ്പോൾ മാക്സിമം ട്രൈ ഡെൻസിറ്റിയുടെ ഇൻക്രീസിംഗ് ഓർഡറിൽ നമ്മൾ ഇതിനൊന്ന് അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സിൽറ്റി ക്ലേ പറയുന്നുണ്ട്, ക്ലേ ഉണ്ട്, സാൻഡ് ഉണ്ട്, ഗ്രേവൽ ആൻഡ് സാൻഡ് ക്ലേ മിക്സ്ചർ ഉണ്ട്. അതിന്റെ പല കോമ്പിനേഷൻസ് ആണ് നമ്മൾ പല ഓപ്ഷൻസിലായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിവിടെ ഒരു ഫിഗർ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കോമ്പാക്ഷൻ കർവ് വരയ്ക്കുമ്പോൾ നമ്മൾ ക്ലേ സോയിലാണ് വരയ്ക്കുന്നതെങ്കിൽ അതിന്റെ വാട്ടർ കണ്ടന്റ് ഭയങ്കര OMCയുടെ വാല്യൂ ഭയങ്കര കൂടുതലായിരിക്കും. പക്ഷേ ഡ്രൈ ഡെൻസിറ്റി നോക്കിയേ, ഡ്രൈ ഡെൻസിറ്റി എന്താണ്? ഭയങ്കര കുറവാണ് അല്ലെ. ഗാമ ഡി ക്ലേ എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഓക്കെ, ഇനി സിൽറ്റി ക്ലേ വരുമ്പോൾ സിൽറ്റി ക്ലേയുടെ കേസിലുള്ള ഓപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് ഇതാ ഇവിടെ കിടക്കുകയാണ്. അതായത് കുറഞ്ഞു അല്ലേ, ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് കുറഞ്ഞു. പക്ഷേ ഗാമ ഡിയുടെ വാല്യൂ എന്താണ്? കൂടി. ശരിയല്ലേ? ഗാമ ഡി ഫോർ സിൽറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് കിടക്കുന്നത്. ഇനി അതുപോലെ സാൻഡിനെ നോക്കുമ്പോഴോ വീണ്ടും കുറയുന്നുണ്ട്, വീണ്ടും മോയ്സ്ചർ കണ്ടന്റ് കുറയുന്നുണ്ട്, പക്ഷേ ഡ്രൈ ഡെൻസിറ്റി കൂടുന്നുണ്ട്. ഗാമ ഡ്രൈ സാൻഡ് എന്ന് പറഞ്ഞാൽ വീണ്ടും കൂടുതലാണ്. ഇനി നമ്മൾ ഗ്രേവൽ സാൻഡ് ക്ലേ മിക്സ്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ വീണ്ടും മോയ്സ്ചർ കണ്ടന്റ് കുറഞ്ഞു, പക്ഷേ ഗാമ ഡി എന്ത് ചെയ്തു? കൂടി, ഇൻക്രീസ് ചെയ്തു എന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ഗാമ ഡിയുടെ ഇൻക്രീസിങ് ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ ഏറ്റവും ആദ്യം വരുന്ന ആരാണ്? ക്ലേ ആണ് അല്ലെ. അത് കഴിഞ്ഞ് സിൽറ്റി ക്ലേ, അത് കഴിഞ്ഞ് സാൻഡ്, അത് കഴിഞ്ഞ് ഗ്രേവൽ സാൻഡ് ക്ലേ മിക്സ്ചർ നമുക്ക് പറയാം. ഇനി നമുക്ക് നോക്കുമ്പോൾ ഓപ്ഷനിൽ നോക്കുമ്പോൾ ഇവിടെ ക്ലേയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? സിൽറ്റി ക്ലേ, സാൻഡ് ക്ലേ, സാൻഡ്. ഓക്കെ, അപ്പൊ സി എന്ന് പറഞ്ഞ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ക്ലേയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. അടുത്ത സിൽറ്റി ക്ലേ ആണ്, അടുത്ത സാൻഡ് ആണ്, ഗ്രേവൽ സാൻഡ് ക്ലേ മിക്സ്ചർ ആണ്. ഓക്കെ, അപ്പൊ നമുക്കിപ്പോൾ നമ്മളിപ്പോൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലെ. നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റ് ക്ലേ മാത്രം നോക്കിക്കൊണ്ട് തന്നെ നമുക്ക് ഈ ആൻസറിലോട്ട് പോകാം. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. കൺസിഡർ ദ ഫോളോവിങ്. ഇൻക്രീസ്, അപ്പൊ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്, 4 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇൻക്രീസ് ഇൻ ഷിയർ സ്ട്രെങ്ത് ആൻഡ് ബിയറിംഗ് കപ്പാസിറ്റി, അതുപോലെ തന്നെ ഇൻക്രീസ് ഇൻ സ്ലോപ്പ് സ്റ്റെബിലിറ്റി, ഡിക്രീസ് ഇൻ സെറ്റിൽമെന്റ് ഓഫ് സോയിൽ, ഡിക്രീസ് ഇൻ പെർമിയബിലിറ്റി. വിച്ച് ഓഫ് ദ എബോ വിത്ത് റെസ്പെക്ട് ടു കോമ്പാക്ഷൻ ഓഫ് സോയിൽ ആർ കറക്റ്റ്. അപ്പൊ കോമ്പാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ളതെന്നാണ്. അപ്പൊ ഇൻകറക്റ്റ് അല്ല, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കാം. കോമ്പാക്ഷൻ നടത്തുമ്പോൾ ഇൻക്രീസ് ഇൻ ഷിയർ സ്ട്രെങ്ത് കൂടും നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മൾ ചെയ്യുന്നതിന് ഷിയർ സ്ട്രെങ്ത് കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കോമ്പാക്ഷൻ ചെയ്യുന്നത് അല്ലെ. അതുപോലെ തന്നെ ബിയറിംഗ് കപ്പാസിറ്റി എന്ത് ചെയ്യും? ബിയറിംഗ് കപ്പാസിറ്റി കൂടും. ഷിയർ സ്ട്രെങ്ത് കൂടുമ്പോൾ ബിയറിംഗ് കപ്പാസിറ്റി കൂടും. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ഒരു സെന്റൻസ് അല്ലെങ്കിൽ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ദെൻ ഇൻക്രീസ് ഇൻ സ്റ്റോപ്പ് സ്റ്റെബിലിറ്റി. ഒന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ വളരെ ലൂസ് ആയിട്ടുള്ള ഒരു സ്ലോപ്പും ഉണ്ട്, അതുപോലെ തന്നെ വളരെ കോമ്പാക്ട് സ്റ്റേറ്റിലുള്ള ഒരു സ്ലോപ്പും ഉണ്ട്. ഏതായിരിക്കും കൂടുതൽ സ്റ്റേബിൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കയറി പോകാൻ പറ്റുന്ന സ്ലോപ്പ് ഏതായിരിക്കും? അത് കോമ്പാക്ട് ആയിട്ടുള്ള സ്ലോപ്പാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ സ്ലോപ്പ് സ്റ്റെബിലിറ്റി കോമ്പാക്ഷൻ അനുസരിച്ച് കൂടും. ഇതിന്റെ അടുത്ത ഡിക്രീസ് ഇൻ സെറ്റിൽമെന്റ് ഓഫ് സോയിൽ. ഒരു ലൂസ് സ്റ്റേറ്റിലുള്ള ഒരു സോയിലാണോ കൂടുതലായിട്ട് സെറ്റിൽമെന്റ് കാണിക്കുന്നത്, അതോ കോമ്പാക്ട് ചെയ്ത ഒരു സോയിലാണോ കൂടുതൽ സെറ്റിൽമെന്റ് കാണിക്കുന്നത്? ഒരു ലൂസ് സ്റ്റേറ്റിലുള്ള സോയിൽ ആയിരിക്കും അല്ലെ. അതായത് കോമ്പാക്ഷൻ അനുസരിച്ച് സെറ്റിൽമെന്റിന്റെ വാല്യൂ എന്ത് ചെയ്യും? കുറയും. അതിന് വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് നമ്മൾ ഈ കോമ്പാക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പൊ അതും എന്താണ്? ശരിയാണ്, സെറ്റിൽമെന്റ് കുറയും. പെർമിയബിലിറ്റി എന്ത് ചെയ്യും? കൂടോ കുറയോ? പെർമിയബിലിറ്റിയും കുറയും. ശരിയല്ലേ? കാരണം എന്താണ്? കോമ്പാക്ട് ചെയ്യുമ്പോൾ അതിനകത്തുള്ള ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള വോയിഡ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അതിന് ഇല്ലാതായി പോവുകയാണ് അല്ലെ. അല്ലെങ്കിൽ വോയിഡ്സ് ഒക്കെ അങ്ങ് കുറയുകയാണ്. വോയിഡ്സ് ഒക്കെ കുറയുമ്പോൾ തന്നെ ഇന്റർ കണക്റ്റഡ് വോയിഡ്സ് ഒക്കെ ഉണ്ടെങ്കിലേ പെർമിയബിലിറ്റി ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? പെർമിയബിലിറ്റിയുടെ വാല്യൂ കുറയും. ഓക്കെ, അപ്പൊ ഇത് 4 എന്താണ്? കോമ്പാക്ഷനെ സംബന്ധിച്ച് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് തന്നെയാണ്. ഇനി നമ്മുടെ ഓപ്ഷൻസിലോട്ട് നോക്കൂ. 1, 2, 3 ആൻഡ് 4 ഉള്ള ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് നമ്മളവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് മനസ്സിലാക്കാം. സിവിൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ ഒട്ടനവധി അവസരങ്ങളുമായി കേരള PS 3000 മുതൽ 5000 ഗേറ്റ് SSC IAS പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു കംപ്ലീറ്റ് കോഴ്സ്. ഈ കോഴ്സിൽ ഓരോ ചോദ്യങ്ങളും വിദഗ്ധ അധ്യാപകർ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യുന്നു. ദ കംപ്ലീറ്റ് അസിസ്റ്റന്റ് എഞ്ചിനീയർ കോഴ്സ് ടോപ്പ് ഗിയർ. ആറാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഇൻ ക്ലേ സോയിൽസ് ദ മാക്സിമം ഡ്രൈ യൂണിറ്റ് വെയിറ്റ് ടെൻസ് ടു ഡിക്രീസ് ആസ് പ്ലാസ്റ്റിസിറ്റി ഇൻക്രീസസ്. എന്താണ് പറയുന്നത്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു ഇൻ ക്ലേ സോയിൽസിൽ എടുക്കുമ്പോൾ അവിടെ പ്ലാസ്റ്റിസിറ്റി കൂടുന്നതിനനുസരിച്ച് ഡ്രൈ ഡെൻസിറ്റി കുറയും എന്നാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് പറയുന്നത് വെച്ചാൽ ഇൻ ക്ലേ സോയിൽസ് ദ മാക്സിമം ഡ്രൈ യൂണിറ്റ് വെയിറ്റ് ടെൻസ് ടു ഇൻക്രീസ് ആസ് പ്ലാസ്റ്റിസിറ്റി ഇൻക്രീസസ്. അപ്പോൾ പ്ലാസ്റ്റിസിറ്റി കൂടുമ്പോൾ ഡ്രൈ യൂണിറ്റ് വെയിറ്റ് ഇൻക്രീസ് ചെയ്യും ഇൻ കേസ് ഓഫ് ക്ലേ എന്നാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിലോട്ട് പറയുമ്പോൾ
heavy clays with high plasticity have the minimum dry unit weight and high optimum moisture content എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്, ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫിഗർ നോക്കാം. അപ്പോൾ ഇത് നമുക്ക് ലാബിൽ നമ്മൾ ടെസ്റ്റ് നടത്തി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത ഒരു ഗ്രാഫാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മീഡിയം ക്ലേ നോക്കിയ സമയത്ത്, മീഡിയം ക്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിസിറ്റി മീഡിയം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന്റെ മോയ്സ്ചർ കണ്ടന്റ് അല്ലെങ്കിൽ OMC വാല്യൂ ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതിന്റെ ഡ്രൈ ഡെൻസിറ്റി കൂടുതലാണെന്ന് നമുക്ക് കാണാം, പക്ഷേ ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് കുറവാണ്. എന്നാൽ ഹെവി ക്ലേയിലോട്ട് വരുന്നപ്പോൾ അത് ഹൈ പ്ലാസ്റ്റിസിറ്റി ഉള്ള ആ ഒരു ക്ലേ ആണ് നമ്മൾ ഹെവി ക്ലേ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് കൂടുതലായിരുന്നു അല്ലെ, പക്ഷെ അതിന്റെ ഗാമ ഡി എന്ന് പറഞ്ഞ വാല്യൂ എന്ത് ചെയ്തു, കുറഞ്ഞു അല്ലെ. അപ്പൊ ഇത് രണ്ടും ഒരു ഇൻവേഴ്സ് റിലേഷനിലാണെന്ന് മനസ്സിലായില്ലേ. പ്ലാസ്റ്റിസിറ്റി കൂടുമ്പോൾ എന്ത് പറ്റും, ഗാമ ഡി വാല്യൂ കുറയാണ് ചെയ്യുന്നത് അല്ലെ. അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അകത്തുള്ള വോയിഡ്സിന്റെ പ്രസൻസ് കാരണമാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ അതിന്റെ അകത്തുള്ള വോയിഡ്സിലൊക്കെ വാട്ടർ കയറി വരികയും അതോടൊപ്പം തന്നെ അത് അതിനകത്തുള്ള സോയിൽ പാർട്ടിക്കിൾസിനെയൊക്കെ റീപ്ലേസ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അത് റീപ്ലേസ് ചെയ്യാൻ തുടങ്ങും. അത് കാരണം എന്ത് ചെയ്യും, നമുക്കറിയാം ഒരു സോയിൽ പാർട്ടിക്കിനേക്കാളും ഡെൻസിറ്റി കുറഞ്ഞ സാധനമാണ് വാട്ടർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും റെഡ്യൂസ് ചെയ്യും. ഓക്കെ, അതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഹൈ പ്ലാസ്റ്റിസിറ്റി ഉള്ള ഒരു ക്ലേ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടുത്തെ ഗാമ ഡി വാല്യൂ കുറവായിരിക്കും, ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് കൂടുകയും ചെയ്യും. ഓക്കെ, ഇനി അടുത്ത നമുക്ക് ബാക്കിയുള്ള, അപ്പോൾ നമുക്ക് ഇതിന് നമുക്ക് മനസ്സിലായത് മൂന്നാമത്തെ ഓപ്ഷൻ എന്തായാലും കറക്റ്റ് ആണെന്നാണ് അല്ലേ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, പ്ലാസ്റ്റിസിറ്റി കൂടുമ്പോൾ എന്ത് സംഭവിക്കും, ഗാമ ഡിയുടെ വാല്യൂ കുറയാണ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞതാണ് അല്ലേ, പ്ലാസ്റ്റിസിറ്റി കൂടുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലാസ്റ്റിസിറ്റി കൊടുക്കുന്ന തന്നെ ആരാണ്, അതിന്റെ അകത്തുള്ള അല്ലെങ്കിൽ അബ്സോർബ് ചെയ്ത വാട്ടർ ആണല്ലേ. നമ്മൾ ഡിഫ്യൂസ് ഡബിൾ ലെയർ തിയറി പറയുന്ന പ്രകാരം അതിന്റെ ഉള്ളിൽ അബ്സോർബ് ചെയ്യുന്ന ഒരു സോയിൽ പാർട്ടിക്കിളിന് ചുറ്റും അബ്സോർബ് ചെയ്യപ്പെടുന്ന വാട്ടർ മോളിക്യൂൾസ് ആണ് ഒരു ക്ലേ പാർട്ടിക്കിൾസിന്റെ പ്ലാസ്റ്റിസിറ്റി കൊടുക്കുന്നത്. അപ്പോൾ വാട്ടറിന്റെ കണ്ടന്റ് സോയിലിൽ കൂടുമ്പോഴാണ് ഈ പ്ലാസ്റ്റിസിറ്റി കൂടുന്നത്. അപ്പോൾ വാട്ടർ കണ്ടന്റ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് പറ്റും, ഗാമ ഡി വാല്യൂ കുറയുകയാണ്. നമ്മൾ കണ്ടതാണല്ലോ, ഇത് തമ്മിലൊരു ഇൻവേഴ്സ് റിലേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗാമ ഡിയുടെ വാല്യൂ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ 1 നമുക്ക് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണെന്ന് മനസ്സിലായി. സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാണെന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം എന്താണ്, 1 and 3 കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്താണ്, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ നമുക്ക് തരുന്നത്. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇത്രയും നേരം കുറെ തിയറി ആയിരുന്നു പഠിച്ചത്. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ, ഇതാണ്: എ സാമ്പിൾ ഓഫ് സാൻഡ് ഹാസ് എ വോളിയം ഓഫ് 1000 ml ഇൻ ഇറ്റ്സ് നാച്ചുറൽ സ്റ്റേറ്റ്. അപ്പൊ നമ്മൾ അതൊന്ന് എടുത്ത് എഴുതിയിട്ടുണ്ട്. വോളിയം ഓഫ് സാമ്പിൾ ഇൻ നാച്ചുറൽ സ്റ്റേറ്റ് 1000 ml ആണെന്ന് എഴുതി. ദെൻ ഇറ്റ്സ് മിനിമം വോളിയം വെൻ കോമ്പാക്റ്റഡ് ഈസ് 750 ml. നമ്മൾ ഇതിനെ കോമ്പാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിന്റെ മിനിമം വോളിയത്തിലോട്ട് എത്തിക്കാനായിട്ട് സാധിക്കുന്നത്. ആ വാല്യൂ എത്രയാണ്, 750 ml ആണ്. Then when gently poured into a measuring cylinder, its possible maximum volume is 1320 ml. അതായത് ഇത് നമ്മളൊരു അതിന്റെ ലൂസസ്റ്റ്, നമ്മൾ പ്രത്യേകിച്ച് ഡിസ്റ്റർബ് ചെയ്യാതെ ഇതിനെ പോർ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് ലൂസസ്റ്റ് സ്റ്റേറ്റിലാണ് അതിൻ്റെ അകത്ത് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിന്റെ വോളിയം എത്ര ആയിട്ട് മാറി, 1320 ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ റിലേറ്റീവ് ഡെൻസിറ്റി? റിലേറ്റീവ് ഡെൻസിറ്റി ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ എന്താണ് റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഡെൻസിറ്റി ഇൻഡെക്സ് എന്ന് പറഞ്ഞ ഐഡി വാല്യൂ നമ്മൾ കണ്ടെത്താനുള്ള ഇക്വേഷൻ പറഞ്ഞിരുന്നു അല്ലേ നേരത്തെ. എന്താണ് വാല്യൂ, ഇ മാക്സ് മൈനസ് ഇ എന്ന് പറഞ്ഞാൽ ഈ നാച്ചുറൽ സ്റ്റേറ്റിലുള്ള ഇ ആണെന്ന് പറഞ്ഞു. ദെൻ ഇ മാക്സ് മൈനസ് ഇ മിനിമം ആണ് ഡിനോമിനേറ്ററിലുള്ളത്. ഓക്കെ, ഈ ഒരു റിലേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഐഡി വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഇ മാക്സ് ഇ മിനിമം ഒക്കെ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ. പക്ഷേ ക്വസ്റ്റ്യനിൽ അതൊന്നും ഡയറക്റ്റ് തന്നിട്ടില്ല. പകരം എന്താണ്, വോളിയം ഓഫ് സാമ്പിൾ ഇൻ നാച്ചുറൽ സ്റ്റേറ്റ് ഒക്കെയാണ് നമ്മളോട് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഇ മാക്സ് ഇ ഒക്കെ നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, നമുക്ക് ഇതിന് ഇക്കുള്ള ഇക്വേഷൻ എഴുതാം. ഇ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ സ്റ്റേറ്റിലുള്ള ഇക്ക് നമുക്കൊരു ഇക്വേഷൻ. ഇ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കറിയാം ബേസിക് റിലേഷൻ ആണ്. എന്താണ്, വോളിയം ഓഫ് വോയിഡ്സ് ടു വോളിയം ഓഫ് സോളിഡ്സ് ആണ് എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ. ഇതിൽ വോളിയം ഓഫ് സോളിഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ടേം ആണ് അല്ലേ. അപ്പോൾ അതെന്തായാലും കോൺസ്റ്റന്റ് തന്നെയാണ്, അത് പ്രത്യേകിച്ച് മാറത്തില്ല. ഇതിൽ ഏത് വാല്യൂ മാറിയാലും ഈ വോളിയം ഓഫ് സോളിഡ്സ് മാറത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ഒന്ന് മാറ്റി എഴുതാം. ഇവിടെ ടോട്ടൽ വോളിയം തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ഇ ഈസ് ഈക്വൽ ടു ടോട്ടൽ വോളിയം വി ആണെങ്കിൽ വി മൈനസ് വി എസ്. ശരിയല്ലേ, കാരണം നമുക്കറിയാം എന്താണ്, വി എസ് സോളിഡ്സിന്റെ വോളിയം പ്ലസ് വോളിയം ഓഫ് വോയിഡ്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് ടോട്ടൽ വോളിയം കിട്ടുന്നത്. ശരിയല്ലേ, വോളിയം ഓഫ് വോയിഡ്സ് പ്ലസ് വോളിയം ഓഫ് സോളിഡ്സ് ആണ് ടോട്ടൽ വോളിയം. അപ്പോൾ അതിൽ നമുക്ക് എന്ത് എഴുതാം, വി വി ഇസ് ഈക്വൽ ടു വി മൈനസ് വി എസ് എന്ന് എഴുതാം. അതുകൊണ്ടാണ് ഞാനിവിടെ വി മൈനസ് വി എസ് എന്ന് എഴുതിയത്, ഡിവൈഡഡ് ബൈ എന്താണ് വി എസ് എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഇക്ക് നമുക്കൊരു ഇക്വേഷൻ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും, വി ഡിവൈഡഡ് ബൈ വി എസ്, വി എസ് മൈനസ് വി എസ് ബൈ വി എസ് എന്ന് പറഞ്ഞാൽ 1 ആയിക്കോളും. അപ്പോൾ ഇതാണ് നമ്മുടെ എന്തെന്ന് പറഞ്ഞാൽ ഈയുടെ ഒരു ഇക്വേഷൻ. ഓക്കെ, ഇക്ക് നമുക്കൊരു ഇക്വേഷൻ കിട്ടി. ഇനി ഞാൻ ഇതെല്ലാം ഈ 3 കേസിലും നമുക്ക് ഈ വാല്യൂ കണ്ടുപിടിക്കാൻ പോവുകയാണ്. അതായത് നാച്ചുറൽ സ്റ്റേറ്റിലാണെങ്കിൽ
നാച്ചുറൽ സ്റ്റേറ്റിലാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇയുടെ വാല്യൂ, ഈ നാച്ചുറൽ വാല്യൂ എന്താണ്? അത് വി മൈനസ് വി എസ് ബൈ വി മൈനസ് വി എസ് മൈനസ് 1 ആണ്. ആ ഇക്വേഷനിൽ എങ്ങനെ മാറും? വിയുടെ വാല്യൂ എത്രയാണ്? നാച്ചുറൽ സ്റ്റേറ്റിലുള്ള വോളിയത്തിന്റെ വാല്യൂ 1000 ആണ് തന്നിട്ടുണ്ട് അല്ലെ. 1000 ഡിവൈഡഡ് ബൈ വി എസ് മൈനസ് 1 എന്ന് നമുക്ക് കിട്ടും. ശരിയല്ലേ? ഇനി അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ഡെൻസസ്റ്റ് സ്റ്റേറ്റിലാണ് അല്ലെ. ഡെൻസസ്റ്റ് സ്റ്റേറ്റ്, അതായത് കോമ്പാക്ട് സ്റ്റേറ്റിൽ നമ്മൾ നോക്കുകയാണ്. കോമ്പാക്ട് സ്റ്റേറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? ഈ മിനിമം ആണ് കിട്ടുന്നത്. ശരിയല്ലേ? ഡെൻസസ്റ്റ് സ്റ്റേറ്റിലാണെങ്കിൽ നമുക്ക് ഈ മിനിമം കിട്ടും. അതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമുക്കറിയാം അവിടുത്തെ മിനിമം വോളിയം വേണം നമ്മൾ എടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഡെൻസസ്റ്റ് സ്റ്റേറ്റിൽ നമുക്ക് കിട്ടിയ എത്രയാണ്? 750 ആയിരുന്നു അവിടുത്തെ വോളിയം അല്ലെ. അപ്പൊ ടോട്ടൽ വോളിയം എത്രയായി? ഇവിടെ 750 ആയി. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ എഴുതാം? 750 ഡിവൈഡഡ് ബൈ വി എസ് മൈനസ് 1 എന്ന് എഴുതാം. ശരിയല്ലേ? ഇനി അടുത്ത എന്താണ്? ലൂസസ്റ്റ് സ്റ്റേജ് ആണ് അല്ലെ. ലൂസസ്റ്റ് സ്റ്റേറ്റിലുള്ള ഈയുടെ വാല്യൂ എന്തായിരിക്കും? ഈ മാക്സിമം ആയിരിക്കും അല്ലെ. ലൂസസ്റ്റ് സ്റ്റേറ്റിലായിരിക്കും മാക്സിമം വോയിഡ്സ് ഉള്ളത്. അതുകൊണ്ട് തന്നെ മാക്സിമം വോയിഡ് റേഷ്യോ ലൂസസ്റ്റ് സ്റ്റേറ്റിൽ തന്നെ ആയിരിക്കും. അപ്പൊ നമുക്ക് ഈ മാക്സ് എങ്ങനെ എഴുതാം? അവിടുത്തെ വോളിയം എത്രയായിരുന്നു? 1320 ആയിരുന്നു അല്ലെ. 1320 ഡിവൈഡഡ് ബൈ വി എസ് മൈനസ് 1 എന്ന് എഴുതാം. ഓക്കെ, ഇനി എന്ത് ചെയ്താൽ മതി? ഈ വാല്യൂസ് എല്ലാം തന്നെ ഇക്വേഷനിലോട്ട് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, ഐഡിയുടെ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. അപ്പൊ നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ ഇവിടെ എഴുതുകയാണ്. ഐ ഡി ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എന്തായിരുന്നു? ഇ മാക്സ് മൈനസ് ഇ ഡിവൈഡഡ് ബൈ ഇ മാക്സ് മൈനസ് ഇ മിനിമം. ഓക്കെ, ഈ മാക്സ് എന്താണ്? ഈ മാക്സ് നമ്മൾ കണ്ടുപിടിച്ചു എന്താണ്? 1320 ഡിവൈഡഡ് ബൈ വി എസ് മൈനസ് 1 ആണ് ഈ മാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, മൈനസ് ഇ എന്ന് പറയുമ്പോൾ എത്രയാണ്? ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 ഡിവൈഡഡ് ബൈ വി എസ് മൈനസ് 1 ഡിവൈഡഡ് ബൈ ദ ഹോൾ ഡിവൈഡഡ് ബൈ ഈ മാക്സ് വീണ്ടും 1320 ഡിവൈഡഡ് ബൈ വി എസ് മൈനസ് 1 മൈനസ് എത്ര കിട്ടും നമുക്ക്? 750 ഡിവൈഡഡ് ബൈ വി എസ് മൈനസ് 1 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ മൈനസ് 1ഉം ഇവിടെ പ്ലസ് 1ഉം കൂടെ ക്യാൻസൽ ആയി പോയിക്കോളൂ അല്ലെ. അപ്പൊ നമുക്ക് ബാക്കി എന്താ കിട്ടുന്നത്? ഈസ് ഈക്വൽ ടു 1320 മൈനസ് 1000 ഡിവൈഡഡ് ബൈ വി എസ് എന്ന് കിട്ടും. നമുക്ക് ന്യൂമറേറ്ററിൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, താഴെ നമുക്ക് എന്ത് കിട്ടും? 1320 മൈനസ് 750 ഡിവൈഡഡ് ബൈ വി എസ് എന്ന് നമുക്ക് ഡിനോമിനേറ്ററും കിട്ടും. അപ്പോൾ ഇവിടെ രണ്ടിടത്തും വി എസ് ഉള്ളതുകൊണ്ട് തന്നെ രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി നമുക്ക് കിട്ടുന്ന വാല്യൂ നമുക്ക് ചെയ്ത് വരുമ്പോൾ നമുക്ക് 56 പോയിന്റ് സംതിങ് അല്ലെങ്കിൽ 56% എന്ന് നമുക്ക് കിട്ടും. ഇൻറ്റു ഒരു 100 കൂടെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോഴാണ് നമുക്ക് 56 എന്ന് കിട്ടും. നമുക്ക് 0.56 എന്നാണ് കിട്ടുന്നത്. അത് നമ്മൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് 56% എന്ന് കിട്ടും. നമ്മുടെ ഓപ്ഷനിലോട്ട് വരുമ്പോൾ ഓപ്ഷൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 56% ആണ്. അപ്പോൾ അതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്തതും ഒരു പ്രോബ്ലം തന്നെയാണ്. ഈ പ്രോബ്ലം എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ നാച്ചുറൽ വോയിഡ് റേഷ്യോ ഓഫ് എ സാച്ചുറേറ്റഡ് ക്ലേ സ്ട്രാറ്റ്. ഒരു സാച്ചുറേറ്റഡ് ക്ലേ സ്ട്രാറ്റ് എടുക്കുകയാണ്. അതിന്റെ തിക്നെസ് തന്നിട്ടുണ്ട് 3 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ആൻഡ് വോയിഡ് റേഷ്യോ 0.9 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അത് രണ്ടും മാർക്ക് ചെയ്തിട്ടുണ്ട്. E0 ഈ നമ്മുടെ ഇനിഷ്യൽ സ്റ്റേജിലാണ് നമ്മൾ E0 0.90 എന്ന് പറഞ്ഞത്. Then the final void ratio of the clay at the end of consolidation is expected to be 0.91. Then ഇത് എന്ത് ചെയ്യും? നമ്മുടെ ഈ സോയിൽ സ്ട്രാറ്റ് കൺസോളിഡേഷന് വിധേയമാകുന്നുണ്ട്. കൺസോളിഡേഷന് വിധേയമാകുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് പറ്റും? അവിടെ വോളിയം റിഡക്ഷൻ ഉണ്ടാവും അല്ലേ. അതുകൊണ്ട് തന്നെ വോയിഡ്സ് ആണ് കുറയുന്നത് അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ വോയിഡ് റേഷ്യോ സ്വാഭാവികമായിട്ടും കുറയും. അപ്പൊ എത്ര ആയിട്ട് മാറിയത്? 0.71 ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡെൽറ്റ ഇ കണ്ടുപിടിച്ചൂടെ? ഡെൽറ്റയുടെ വാല്യൂ എങ്ങനെ എഴുതാം? 0.90 മൈനസ് 0.71 എന്ന് എഴുതാം അല്ലേ. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത്? 0.19 എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവിടെ എത്രത്തോളം റിഡക്ഷൻ ഇൻ അല്ലെങ്കിൽ സെറ്റിൽമെന്റ് എത്ര ഉണ്ടായി എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഡെൽറ്റ എച്ച് ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് കൺസോൾട്ടേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അവിടെ നമുക്ക് ഒരു ഇക്വേഷൻ പഠിക്കാനുണ്ട്. ദാറ്റ് ഈസ് ഡെൽറ്റ എച്ച് ബൈ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ ഇ ഡിവൈഡഡ് ബൈ 1 പ്ലസ് E0. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇനി എന്താണ്? ഇതിലെല്ലാം നമുക്കിപ്പോൾ ഉണ്ടല്ലേ, നമുക്ക് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഡെൽറ്റ എച്ച് കണ്ടുപിടിക്കാനുണ്ട് അല്ലെ. ഇവിടെ എഴുതുകയാണ് ഞാൻ. ഡെൽറ്റ എച്ച് ഡിവൈഡഡ് ബൈ എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 എന്നാണ്. ഞാൻ ഇപ്പോൾ 3 എന്ന് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട്, ഇവിടെ സെന്റിമീറ്റർ ആണ് കിടക്കുന്നത് അല്ലേ. വേണമെങ്കിൽ നമുക്ക് 300 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 3 മീറ്റർ എന്നുള്ളത് 300 സെന്റിമീറ്റർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? കാരണം ഓപ്ഷൻസിലെല്ലാം സെന്റിമീറ്റർ ആണ് അല്ലേ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ 300 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. വിച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റയുടെ വാല്യൂ എത്രയാണ്? 0.19 ആണ്. ഡിവൈഡഡ് ബൈ 1 പ്ലസ് E0. 1 പ്ലസ് 0.90 നമുക്ക് എഴുതാം അല്ലേ. അപ്പൊ എന്ത് കിട്ടും നമുക്ക്? ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? 0.19 ഡിവൈഡഡ് ബൈ 1.9 ഡിവൈഡ് ബൈ 1.9 ഇൻറ്റു 300 എന്ന് കിട്ടും അല്ലെ.
അപ്പോൾ ഫൈനലി നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഇതും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 0.1 ആണ് കിട്ടുന്നത്. 0.1 × 300 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര കിട്ടും? 30 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ 30 സെന്റിമീറ്റർ ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഓപ്ഷൻ നോക്കൂ, ഓപ്ഷനിൽ എ 30 സെന്റിമീറ്റർ ഉണ്ടോ? ഉണ്ടല്ലേ. ഓപ്ഷൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 സെന്റിമീറ്റർ ആണ്. അപ്പോൾ അതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് മനസ്സിലാക്കാം. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. വീണ്ടും ഒരു പ്രോബ്ലം തന്നെയാണ്. ദ ഐഡന്റിക്കൽ ക്ലേ സാമ്പിൾസ് ഓഫ് സെയിം സൈസ് ഉള്ള ഒരു ക്ലേ സാമ്പിൾ ആണ്. ഡെസിഗ്നേറ്റഡ് ആസ് എ ആൻഡ് ബി. അതാണ് ഞാനിവിടെ എയും ബിയും ഒന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. എക്സാമിന് നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് അത് തെറ്റാതെ തന്നെ ചെയ്യാൻ പറ്റും. ഇതിന് അടുത്ത് പറഞ്ഞിട്ടുണ്ട് സബ്ജക്ട് ടു കൺസോളിഡേഷൻ ടെസ്റ്റ്. അപ്പൊ കൺസോളിഡേഷൻ ആണ് നടക്കുന്നത് അണ്ടർ ഐഡന്റിക്കൽ ലോഡിംഗ് കണ്ടീഷൻ. ലോഡിംഗ് കണ്ടീഷനും ഐഡന്റിക്കൽ ആണ്. ദെൻ അടുത്ത പറയുന്നുണ്ട് ഡ്രെയിനേജ് ടേക്സ് പ്ലേസ് ത്രൂ വൺ ഫേസ് ഇൻ ഡ്രെയിനേജ് ടേക്സ് പ്ലേസ് ത്രൂ വൺ ഫേസ് ഇൻ സാമ്പിൾ എ. സാമ്പിൾ എയിൽ ഡ്രെയിനേജ് ഒരു ഫേസിലൂടെ മാത്രമേ പോകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ്? സിംഗിൾ ഡ്രെയിനേജ് ആണ് അല്ലെ. എയുടെ കേസിൽ സിംഗിൾ ഡ്രെയിനേജ് ആണ്. സിംഗിൾ ഡ്രെയിനേജ് ആയതുകൊണ്ടാണ് ഞാൻ ഡി ഈസ് ഈക്വൽ ടു ഡി എന്ന് പറയുന്നത് എച്ച് എന്ന് എടുത്തു. ഓക്കെ, ഇനി അടുത്ത പറഞ്ഞിട്ടുണ്ട് ആൻഡ് ബോത്ത് ഫേസസ് ഇൻ സാമ്പിൾ ബി. സാമ്പിൾ ബിയിലാണെങ്കിൽ ബോത്ത് ഫേസസിൽ കൂടി ഡ്രെയിനേജ് നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അവിടുത്തെ ഡ്രെയിനേജ് നമുക്ക് എത്രയായിട്ട് എടുക്കണം? ഇപ്പൊ നേരത്തെ എച്ച് ആണ് എടുത്തതെങ്കിൽ ഇവിടെ h/2 ആയിട്ട് എടുക്കണം അല്ലെ. അത് എന്തുകൊണ്ടാണ്? നമുക്കിപ്പോൾ ഒരു സോയിൽ സാമ്പിൾ കൺസോളിഡേഷൻ ടെസ്റ്റിന്റെ സോയിൽ സാമ്പിൾ ഇവിടെയാണ് എടുത്തത് അല്ലെ. അപ്പൊ നമ്മളിവിടെ എല്ലാം ഫില്ല് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഇവിടെ നമ്മളൊരു ഇവിടെ ഒരു പാർട്ടിക്കിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനിപ്പോൾ ഇവിടെ മാത്രം ഇവിടേക്ക് ഇംപെർമിയബിൾ ആയിട്ടുള്ള ലെയർ ആണെങ്കിൽ അതിന് ഹൈറ്റ് h ആണെന്ന് ഇരുന്നോട്ടെ. അപ്പൊ ഈ ഒരു പാർട്ടിക്കിൾസിന് ത്രൂ ഔട്ട് h ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്താൽ മാത്രമേ ഈ ഒരു സാമ്പിളിൽ നിന്ന് പുറത്തു പോകാനായിട്ട് സാധിക്കൂ. എന്നാലല്ലേ അത് കൺസോളിഡേഷൻ നടക്കത്തുള്ളൂ. അതേസമയം ഈ ഒരു പാർട്ടിക്കിൾസിന്റെ തന്നെ ഇപ്പൊ h ലെയറിലുള്ള ഒരു പാർട്ടിക്കിൾ ആണെങ്കിൽ അത് ഈ രണ്ട് സൈഡിലും ഇപ്പൊ ഇവിടെയും പെർമിയബിൾ ആയിട്ടുള്ള രണ്ട് പോറസ് ആയിട്ടുള്ള സ്പേസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഉള്ള ഒരു പാർട്ടിക്കിൾസിന് h/2 ഇപ്പോൾ ഹൈറ്റ് h ആണെങ്കിൽ h/2 ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്താൽ തന്നെ അതിന് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ പുറത്തോട്ട് പോകാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ അവിടെ h എന്നും ഡബിൾ ഡ്രെയിനേജ് വന്നപ്പോൾ h/2 എന്നും എടുത്തത്. ഓക്കെ, അപ്പൊ ആ ഒരു കണ്ടീഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി എന്താ തന്നിരിക്കുന്നത്? 50% കൺസോളിഡേഷൻ ഓഫ് സാമ്പിൾ എ ഒക്കേഴ്സ് ഇൻ 10 മിനിറ്റ്സ്. അപ്പോൾ എക്ക് 50% കൺസോളിഡേഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി 10 മിനിറ്റ് ആണ് എടുത്തത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാം. ദ ടൈം റിക്വയർഡ് ഫോർ 50% കൺസോളിഡേഷൻ ടു ഒക്കർ ഇൻ സാമ്പിൾ ബി. അങ്ങനെയാണെങ്കിൽ സാമ്പിൾ ബിക്കും 50% കൺസോളിഡേഷൻ. അപ്പോൾ ഡിഗ്രി ഓഫ് കൺസോളിഡേഷൻ രണ്ടിടത്തും സെയിം ആണ്. അതിനെയാണ് യു എന്ന് എടുത്തിരിക്കുന്നത്. യു എയും യു ബിയും സെയിം ആണെന്ന് മനസ്സിലാക്കാം. ദെൻ അങ്ങനെയാണെങ്കിൽ എത്ര സമയമാണ് അവിടെ എടുക്കുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് വെച്ചിട്ട് നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എത്ര സമയം കൊണ്ട് സാമ്പിൾ ബി കൺസോളിഡേറ്റ് ചെയ്യുമെന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ടല്ലേ. എന്താണ്? ടൈം ഫാക്ടർ എന്ന് പറഞ്ഞ് ടി വി ഈസ് ഈക്വൽ ടു എന്താണ്? CV × T ഡിവൈഡഡ് ബൈ d². ഇതിൽ നമുക്ക് ടി അല്ലേ കണ്ടുപിടിക്കണം. അപ്പൊ ഞാൻ ടിയുടെ ടേംസിൽ എഴുതുകയാണ്. T ഈസ് ഈക്വൽ ടു എന്താണ്? TV × d² ബൈ CV എന്ന് എഴുതാം. TV × d² ബൈ നമുക്ക് എന്താ എഴുതാം? TV × d² ഡിവൈഡഡ് ബൈ CV എന്ന് എഴുതാം. ഓക്കെ, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? ഇവിടെ സെയിം ഡിഗ്രി ഓഫ് കൺസോളിഡേഷൻ ആണെങ്കിൽ ടി വിയുടെ വാല്യൂവിന്റെ പ്രത്യേകത എന്താണ്? ടി വി രണ്ടിനും കോൺസ്റ്റന്റ് ആയിരിക്കും, അല്ലെങ്കിൽ രണ്ടിനും സെയിം ആയിരിക്കും എന്ന് പറഞ്ഞുകൂടെ? കാരണം എന്താണ്? നമ്മൾ ടി വി എന്ന് പറയുന്ന വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇപ്പൊ U<60% ആണെങ്കിൽ ടി വി ഈസ് ഈക്വൽ ടു π/4 U² എന്നാണ് കണ്ടുപിടിക്കുന്നത് അല്ലെ. അപ്പൊ രണ്ടിലും യു വാല്യൂ സെയിം ആണ്. അതുകൊണ്ട് തന്നെ രണ്ടിന്റെയും ടി വി വാല്യൂ TVA ഈസ് ഈക്വൽ ടു TVB എന്ന് കിട്ടും. ശരിയല്ലേ? ഇനി സെയിം സാമ്പിൾ തന്നെയാണ്, സെയിം സോയിൽ സാമ്പിൾ ആയതുകൊണ്ട് തന്നെ CVA എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? CVBക്ക് സെയിം ആയിരിക്കും. അപ്പൊ CVയുടെ വാല്യൂ സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ T ഡിപ്പെൻഡ് ചെയ്യുന്ന ആരെ മാത്രമാണ്? ഡ്രെയിനേജ് പാത്തിനെ മാത്രമാണെന്ന് പറയാം. അങ്ങനെ പറഞ്ഞൂടെ നമുക്ക്? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? TB എന്ന് എഴുതാം. TB ഡിവൈഡഡ് ബൈ TA ഈസ് ഈക്വൽ ടു എന്ത് നമുക്ക് എഴുതാം? വിച്ച് ഈസ് ഈക്വൽ ടു DB² അല്ലെങ്കിൽ DB/DA ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. തെറ്റുണ്ടോ? കറക്റ്റ് അല്ലേ? TB/TA ഈസ് ഈക്വൽ ടു DB/DA ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇനി നമുക്ക് നോക്കാം TBയുടെ വാല്യൂ എത്രയാണ്? TBയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ. ഇപ്പൊ TB അവിടെ കിടന്നോട്ടെ. TB ഡിവൈഡഡ് ബൈ ടിയുടെ വാല്യൂ 10 മിനിറ്റ് ആണെന്ന് അറിയാം. വിച്ച് ഈസ് ഈക്വൽ ടു DB എന്ന് പറഞ്ഞാൽ എന്താണ്? DB ഈസ് h/2 ആണ്. ശരിയല്ലേ? DA എന്ന് പറഞ്ഞാൽ എന്താണ്? h ആണ്. രണ്ടും ക്വസ്റ്റ്യനിലുണ്ട്. DB h/2 ആണ്, DA h ആണ്. ഓക്കെ, അത് രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇതിന്റെ സ്ക്വയർ ആണെന്ന് അറിയാം അല്ലേ. അപ്പൊ നമുക്ക് എന്ത് h വെച്ചും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് എങ്ങനെ എഴുതാം ഇതിനെ? TB/10 ഈസ് ഈക്വൽ ടു എന്താണ് ഇവിടെ? 1/2ന്റെ സ്ക്വയർ എന്ന് കിട്ടും. ശരിയല്ലേ? അല്ലെങ്കിൽ TB/10 ഈസ് ഈക്വൽ ടു 1/4 എന്ന് കിട്ടും. വിച്ച് ഇംപ്ലൈസ് TB ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? 1/4 × 10 അല്ലെ.
നമുക്ക് 4ഉം 10ഉം കൂടെ വെട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? 2.5 എന്ന് കിട്ടും. ടൈമാണ്, എന്താണ് യൂണിറ്റ്? മിനിറ്റിലാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ 2.5 മിനിറ്റ് എന്ന് കിട്ടി. നോക്കിയേ നമ്മുടെ ആൻസറിൽ 2.5 ഉണ്ടോ? ഉണ്ടല്ലേ. ഓപ്ഷൻ ഡി എന്ന് പറഞ്ഞാൽ 2.5 ആണ്. അപ്പോൾ നമുക്ക് അതിലോട്ട് പോവാം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. 10ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് വരുമ്പോൾ ഇതൊരു തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. മാച്ച് ലിസ്റ്റ് 1 ആൻഡ് ലിസ്റ്റ് 2 ആണ് അല്ലെ. സ്ലോപ്പ് ഓഫ് ദ കർവ് വെച്ചിട്ടാണ് പറയുന്നത്. ആൻഡ് സെലക്ട് ദ കറക്റ്റ് ആൻസർ യൂസിങ് ദ കോഡ്സ് ഗിവൺ ബിലോ ദ ലിസ്റ്റ്. അപ്പൊ നമുക്ക് കുറച്ച് സ്ലോപ്പിന്റെ വാല്യൂസ് തന്നിട്ടുണ്ട്. ഈ കോഎഫിഷ്യന്റ് ഓഫ് കംപ്രസിബിലിറ്റി അതൊരു സ്ലോപ്പ് വാല്യൂ ആണ്. കംപ്രഷൻ ഇൻഡെക്സ് ഒരു സ്ലോപ്പ് വാല്യൂ ആണ്. കോഎഫിഷ്യന്റ് ഓഫ് സബ്ഗ്രേഡ് മോഡുലസ് ഒരു കോഎഫിഷ്യന്റ് വാല്യൂ ആണ്. അപ്പൊ ഇത് ഏത് കർവിന്റെ സ്ലോപ്പ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്ട്രെസ് ഡീഫോർമേഷൻ കർവ് ആണോ, സ്ട്രെസ് വോയിഡ് റേഷ്യോ കർവ് ആണോ, ദെൻ വോളിയം പ്രഷർ കർവ് ആണോ, ദെൻ ലോഗ് സ്ട്രെസ് ആൻഡ് വോയിഡ് റേഷ്യോ കർവ് ആണോ? ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ 1 2 3 4 എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവിടെ 6 എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ബട്ട് 4 ആണ് ആൻസർ എന്ന് പറയുന്നത്. 4 ആണ് അവിടെ കൊടുക്കേണ്ടതെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നും കണ്ടുപിടിച്ച് നോക്കാം. ആദ്യം നമുക്ക് എന്താണ് വോയിഡ് റേഷ്യോ വേഴ്സസ് നമുക്ക് സ്ട്രെസ് കർവ് നോക്കാം. അല്ലെങ്കിൽ സ്ട്രെസ് വോയിഡ് റേഷ്യോ കർവ്. സ്ട്രെസ് വോയിഡ് റേഷ്യോ കർവ് ഏതാണ്? നമ്മുടെ 2 എന്ന് പറയുന്ന ഓപ്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കർവാണ് വരച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ സ്ലോപ്പ് എടുക്കുകയാണ് അല്ലെ. ഇതിന്റെ സ്ലോപ്പ് എങ്ങനെ നമുക്ക് എഴുതാം? ഡെൽറ്റ ഇ ഡിവൈഡഡ് ബൈ ഡെൽറ്റ സിഗ്മ എന്നല്ലേ ഇതിന്റെ സ്ലോപ്പ് വരുന്നത്. വിച്ച് ഇസ് ഈക്വൽ ടു, അതിനെ വിളിക്കുന്ന പേരാണ് കോഎഫിഷ്യന്റ് ഓഫ് കംപ്രസിബിലിറ്റി. കോഎഫിഷ്യന്റ് ഓഫ് കംപ്രസിബിലിറ്റി നമ്മൾ എ ബി എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യല്ലേ. എ ബി ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഇ ബൈ ഡെൽറ്റ സിഗ്മ. അപ്പൊ എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് കംപ്രസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സ്ട്രെസ് വോയിഡ് റേഷ്യോ കർവിന്റെ സ്ലോപ്പ് ആണ്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാകാം? എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൾ ആരാണ്? എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൾ ആരാണ്? സ്ട്രെസ് വോയിഡ് റേഷ്യോ ആണ്. അല്ലെങ്കിൽ എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എഴുതാം A2-നാണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതെന്ന് മനസ്സിലാക്കാം. ഇനി രണ്ടാമത്തെ ഗ്രാഫ് നോക്കൂ. ലോഗ് സിഗ്മ വേഴ്സസ് ഇ ഗ്രാഫ്. അതായത് നമ്മൾ സ്ട്രെസ്സിന്റെ ലോഗരിതം എടുക്കുന്നു, ദെൻ വോയിഡ് റേഷ്യോ എടുക്കുന്നു അല്ലെ. അപ്പൊ ഇതിന്റെ നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിക്കുകയാണ്. ഇതിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡെൽറ്റ ഇ ഡിവൈഡഡ് ബൈ ലോഗ് സിഗ്മ 2 മൈനസ് സിഗ്മ 1 അല്ലെങ്കിൽ ലോഗ് സിഗ്മ 2 ബൈ സിഗ്മ 1 എന്ന് നമുക്ക് എഴുതാം. ഡെൽറ്റ ഇ ഡിവൈഡ് ബൈ ലോഗ് സിഗ്മ 2 ബൈ സിഗ്മ 1. അപ്പൊ ഇതിനെ നമുക്ക് എന്താ വിളിക്കുന്നത്? ഇതിനെ വിളിക്കുന്ന പേരാണ് കംപ്രസിബിലിറ്റി ഇൻഡെക്സ്. കംപ്രസിബിലിറ്റി ഇൻഡെക്സ്. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ കംപ്രഷൻ ഇൻഡെക്സ് എന്ന് നമുക്ക് എഴുതിയിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. എന്താണ്? കംപ്രഷൻ ഇൻഡെക്സ് എന്നാണ് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ തന്നെ ഇവിടെ എഴുതാം. കംപ്രഷൻ ഇൻഡെക്സ്. എന്താണ്? കംപ്രഷൻ ഇൻഡെക്സ്. കംപ്രഷൻ ഇൻഡെക്സ്. കംപ്രഷൻ ഇൻഡെക്സ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു സ്ലോപ്പ് എന്ന് പറയുന്നത് കംപ്രഷൻ ഇൻഡെക്സ് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഈ ലോഗ് സിഗ്മ ഗ്രാഫിൽ നിന്നാണ് അല്ലെ. അപ്പൊ നമുക്ക് അടുത്ത ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എന്താണ്? ലോഗ് സ്ട്രെസ് വോയിഡ് റേഷ്യോ ആണ് അല്ലെ. അതായത് 4 ആണ്. ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ 4 ആണെന്ന് മനസ്സിലായി. ഇനി അടുത്തൊരു ഗ്രാഫും കൂടിയുണ്ട്. സ്ട്രെസ് ഡീഫോർമേഷൻ ഗ്രാഫ് എന്നാണ് വിളിക്കുന്നത്. സ്ട്രെസ് ഡീഫോർമേഷൻ ഗ്രാഫ്. അപ്പൊ ഈ സ്ട്രെസ് ഡീഫോർമേഷൻ ഗ്രാഫിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അപ്പൊ ഇതിന്റെ സ്ലോപ്പ് നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. എന്താണ്? ദറ്റ് ഈസ് ഡെൽറ്റ സിഗ്മ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ഞാനിപ്പോ ഡെൽറ്റ തന്നെ വിളിക്കണം, അല്ലെങ്കിൽ ഡെൽറ്റ 2 മൈനസ് ഡെൽറ്റ 1 എന്ന് എഴുതുകയാണ്. അപ്പൊ ഇതിനെ വിളിക്കുന്ന പേരാണ് മോഡുലസ് ഓഫ് സബ്ഗ്രേഡ് റിയാക്ഷൻ. നമ്മുടെ പേയ്മെന്റ് ഒക്കെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഈ ഒരു കർവിന്റെ ഒരു ഉപയോഗം വരുന്നത്. സ്ട്രെസ് വേഴ്സസ് ഡീഫോർമേഷനിലെ സെറ്റിൽമെന്റ് കർവ് നമ്മൾ വരയ്ക്കും. അപ്പൊ അതിന്റെ സ്ലോപ്പ് വെച്ചിട്ടാണ് നമ്മൾ മോഡുലസ് ഓഫ് സബ്ഗ്രേഡ് റിയാക്ഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത കോഎഫിഷ്യന്റ് ഓഫ് സബ്ഗ്രേഡ് റിയാക്ഷൻ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ തന്നെ എഴുതാം. കോഎഫിഷ്യന്റ് ഓഫ് സബ്ഗ്രേഡ് റിയാക്ഷൻ എന്ന് തന്നെ നമുക്ക് എഴുതാം. കോഎഫിഷ്യന്റ് ഓഫ് സബ്ഗ്രേഡ് റിയാക്ഷൻ. ഇപ്പൊ കോഎഫിഷ്യന്റ് ഓഫ് സബ്ഗ്രേഡ് മോഡുലസ് എന്ന് പറയുമ്പോൾ സബ്ഗ്രേഡ് റിയാക്ഷന്റെ സബ്ഗ്രേഡ് മോഡുലസിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് സി എന്നാണ് തന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ സി എന്ന് പറഞ്ഞ വാല്യൂ ഏതിനാണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത്? അത് നമ്മുടെ സ്ട്രെസ് ഡീഫോർമേഷൻ 1-നാണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് അല്ലെ. അപ്പോൾ 2 4 1 എന്ന് പറയുന്ന ആ ഒരു കോമ്പിനേഷൻ ഏതാണുള്ളത്? ഓപ്ഷൻ സിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലെ. A2 B4 C1. ഓക്കെ, അപ്പോൾ ഈ ഒരു വാല്യൂസ് ആണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്, ഈ ഒരു കർവിന്റെ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ കോൺസ്റ്റന്റ് എല്ലാം നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. എക്സാമിന് ഇതിൽ നിന്നൊക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കംപ്രസിബിലിറ്റി എന്ന് പറയുന്നത് വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന വളരെ ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇന്ന് മാക്സിമം കണ്ടെത്തി വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇനി വളരെ കുറച്ച് ഇനി നമുക്കറിയാം നമുക്കൊരു 2 ദിവസം കൂടെ കഴിഞ്ഞാൽ നമ്മുടെ എക്സാം ആണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ഇനി കൂടുതൽ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ മാക്സിമം നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് നല്ല രീതിയിൽ എക്സാമിന്
എഴുതാൻ പറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമുക്കിനി ചെയ്യാം. നിങ്ങൾ വളരെ സ്ട്രെസ് ഫ്രീ ആയിട്ട് എക്സാമിനെ സമീപിക്കുക, നല്ല രീതിയിൽ എക്സാം എഴുതാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.